വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകുന്നു. CPM CPI നാടകത്തിനൊടുവിൽ PM ശ്രീ പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിക്കും. ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ശേഷം പദ്ധതിയുമായി മുന്നോട്ടു പോകും. ഈ നിർദ്ദേശം ഇന്ന് CPI നേതാക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അറിയിക്കും. 2-ാം തീയതി ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. MN സ്മാരകത്തിൽ നിന്ന് MS വീണ ചേരുന്നു. വീണ, നടകാന്തം ശുഭം അങ്ങനെ കാണാമോ? MN സ്മാരകത്തിൽ ആരൊക്കെയുണ്ട്? CPIയുടെ നിർബന്ധത്തിന്, CPIയുടെ സമ്മർദ്ദത്തിന് CPM വഴങ്ങി എന്നാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണോ സംഭവിച്ചത്? അതോ നേരത്തെ തുടക്കം മുതൽ ജനൻ TV പറയുന്നത് പോലെ ഇതൊക്കെ ഒരു നാടകം ആണ്? ഈ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാനായിട്ടുള്ള നാടകം ആണ്, അങ്ങനെയാണോ കാണേണ്ടത്? ഈ പറയുന്നത് പോലെ ഇത്തരമൊരു ഒത്തുതീർപ്പിന് തയ്യാറായിട്ടുണ്ടോ? സാധാരണ വലിയേട്ടനായ CPM ഒരിക്കലും ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ, നിർദ്ദേശങ്ങൾ അനുഭാവപൂർവം പരിഗണിക്കാറില്ല. പക്ഷേ ഇവിടെ നേരെ മറിച്ച് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ഒത്തുതീർപ്പ് ഫോർമുലയാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്? ഞാൻ നേരത്തെ പ്രശാന്തിനോട് ചോദിച്ചിരുന്നു. PM ശ്രീ പദ്ധതി തൽക്കാലം മരവിപ്പിക്കുന്നു. പക്ഷേ അങ്ങനെ മരവിപ്പിക്കാൻ സംസ്ഥാനത്തിന് സാധിക്കുമോ? ഈ ധാരണാപത്രം അത് ഇനി കീറിക്കളയുകയാണോ ചെയ്യുന്നത്? എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുക സംസ്ഥാന സർക്കാർ? അനിൽ നമ്പ്യാർ ഏറ്റവും വ്യക്തമായി പറയുകയാണെങ്കിൽ, അതായത് ഇത് രാഷ്ട്രീയ നാടകത്തിൻ്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ അധ്യായമാണിതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം അതിനുള്ള ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നിപ്പോൾ നടക്കുന്ന ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് MN സ്മാരകത്തിൽ യോഗം പുരോഗമിക്കുകയാണ്. CPIയുടെ യോഗം. ഈ ഒരു യോഗത്തിൽ മന്ത്രിമാർ എത്തിയിരുന്നു. 4 മന്ത്രിമാരും ഇവിടെ എത്തിയിരുന്നു. ബിനോയ് വിശ്വം അടക്കം എത്തിയിരുന്നു. പാർട്ടി സെക്രട്ടറി അടക്കം എത്തിയപ്പോഴും വിശദാംശങ്ങൾ തേടിയപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായില്ല. മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് യോഗത്തിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ്. CPIയുടെ നേതാവായ പ്രകാശ് ബാബുവും ഇവിടെ എത്തിയിരുന്നു. അതായത് മുന്നണി തകരില്ല, ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടും, ചില രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അടക്കമുള്ള പ്രതികരണങ്ങളാണ് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്നടക്കമുണ്ടായത്. GR അനിലും ഒപ്പം തന്നെ P പ്രസാദും എത്തിയിരുന്നു. GR അനിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. അതായത് അന്തിമമായിട്ടൊരു തീരുമാനം പറയുക പാർട്ടി സെക്രട്ടറി ആയിരിക്കും എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ 4-5 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നാടകത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. പലതരത്തിലുള്ള വാർത്തകൾ, പല മാധ്യമങ്ങളും അത്തരത്തിലുള്ള വാർത്തകൾ, അതായത് ഒത്തുകളിയും ഇതുമായി ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളും പലതരത്തിലുള്ള വാർത്തകളുണ്ട്. അതായത് പാർട്ടികൾ തമ്മിൽ ഭിന്നതയുണ്ട്, ഘടകകക്ഷികൾ തമ്മിലുള്ള പോര് മുറുകുന്നു എന്നുള്ളത്. വാസ്തവത്തിൽ ശബരിമല കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അത് സർക്കാരിന് വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഭക്തരെ അടക്കം അത് വേദനിപ്പിച്ചിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകളടക്കം വലിയ പ്രതിഷേധങ്ങളിലടക്കം പോയി. BJP അടക്കം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സംസ്ഥാന സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നണികൾ തമ്മിലുള്ള പോരിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ മുന്നണികൾ തമ്മിലുള്ള പോരിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ നാടകത്തിൻ്റെ ഒത്തുകളിയാണിതിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇത്തരത്തിലൊരു അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ CPI എന്തുകൊണ്ടാണത് തുറന്നു പറയാത്തത്? പലതരത്തിൽ സംസ്ഥാന സെക്രട്ടറി അടക്കം പലതരത്തിൽ മാധ്യമങ്ങൾ സമീപിക്കുന്നുണ്ട്. മന്ത്രിമാർ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്നതാണ് കണ്ടത്. ഇത്തരത്തിൽ മൗനം തുടരുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഇരു മുന്നണികളും ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.